കൈതേരി ആറങ്ങാട്ടേരിയിൽ വാഴക്കൃഷി നശിപ്പിച്ചതായി പരാതി. പ്രിയദർശിനി കലാവേദിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത 70ഓളം കുലച്ച വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. CPMന്റെ രാഷ്ട്രീയ പകപോക്കലാണ് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കുലച്ച് ഏതാണ്ട് പാകമായ വാഴകളാണ് നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. ചൊവ്വാഴ്ച രാവിലെ വെള്ളം നനയ്ക്കുന്നതിനായി കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് വാഴകൾ നശിപ്പിച്ചതായും ബാക്കിയുള്ളത് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതായും കണ്ടതെന്ന് കർഷകർ പറഞ്ഞു. ഈ വാഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പൂർണ്ണമായും വെട്ടിയിട്ടിരിക്കുന്ന ഈ വാഴ അടുത്ത മാസം വിളവെടുക്കേണ്ട വാഴയാണ്. അപ്പോൾ അതിനിപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം സുമാർ തൂക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 16-17 കിലോന് മേലെ എന്തായാലും തൂക്കം വരും. ഒരു 600 റുപ്യേൻ്റെ അടുക്ക് എന്തായാലും കൃഷീൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു ഏത് കടയിൽ കൊടുത്താലും നമുക്ക് കിട്ടും. പിന്നെ ഇതിനൊരു ഗുണം എന്ന് പറയുന്നത് വെച്ചാൽ നാടൻ കന്നിൻ്റെ വാഴകളാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ വെച്ചത്. പൊതു മാർക്കറ്റിൽ 16 രൂപക്ക് നിന്നുള്ള കന്ന് വാങ്ങിക്കാണ്ട് നമ്മൾ ഇതിൻ്റെ കൃഷി രൂപത്തിൽ 22 രൂപക്ക് നാടൻ കന്ന് വാങ്ങിയിട്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ഇന്നലെ നടന്ന നമ്മൾ ആഹ്ലാദ പ്രകടനത്തോടൊക്കെ ഭാഗമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് CPM തന്നെയാണ് ഇത് ചെയ്തിരിക്കാൻ സാധ്യതയാണ് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. വേറെ നമുക്ക് വ്യക്തിപരമായിട്ടൊന്നും ആരും ഈ കൃഷിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടോ ഒന്നും ആരുമായിട്ട് വെറുപ്പൊന്നും ഇല്ലാത്തൊരു മേഖലയാണിത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഏതായാലും ഇവിടെ യാതൊരു പ്രകോപനവും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നലെ റിസൾട്ടായി എന്നാൽ കവിഞ്ഞ് മറ്റൊരു പ്രകോപനവും ഇല്ലാത്തൊരു പ്രദേശമാണ്. ഇതിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ 16ഓളം വരുന്ന കർഷകരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. എല്ലാം കോൺഗ്രസ്സുകാരാണ് കൂടുതൽ ആളുകളും. അപ്പോൾ അവർ ഇത് കാർഷിക മേഖലയിലും സാംസ്കാരികവും ചെയ്യുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടും അവർ പ്രവർത്തിക്കുന്നവരാണ്. അവർ കഴിഞ്ഞ ഇലക്ഷന് ബൂത്ത് ഏജൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു പ്രവർത്തിച്ചതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇന്നലെ രാത്രി ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് മറ്റൊരു ഭൂരിപക്ഷം കുറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണം പുറത്തായി. ഇതിനെല്ലാം പെട്ടെന്നുണ്ടായ ആ ഒരു നിരാശയിൽ ക്രിമിനലുകൾ ചെയ്ത പ്രവൃത്തിയായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക. CPMകാരനായാലും BJPക്കാരനായാലും കോൺഗ്രസ്സുകാരനായാലും സമൂഹത്തോട് ഇത്തരം വെല്ലുവിളി ഉണ്ടാക്കിയെടുക്കുന്നത് നാടിന് സമൂഹത്തിന് തീർത്തും അത് നമുക്ക് വെച്ചു ഉറപ്പിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണെന്ന് കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.